എനിക്കൊരു പണി കൊടുക്കാൻ വേണ്ടി നമുക്കിനി ഒരു അവസരം കിട്ടുമെന്ന് തോന്നുന്നില്ല. അമ്മയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. അമ്മ മഹിഷാസുരനെ കത്തിക്കണം, അപ്പോഴേ ഉത്സവം പൂർത്തിയാകുള്ളൂ. അതുവരെ ഇവിടെ നിൽക്കണമെന്ന് മറക്കണ്ട. വീട്ടില് നമ്മളെ എല്ലാവരെയും കത്തിച്ച് തിന്നുന്നതും പോരാഞ്ഞ് ഇവിടെ വന്നിട്ട് രാക്ഷസനെയും കത്തിക്കണം. അപ്പോ അമ്മയുടെ കാഴ്ചപ്പാടി നമ്മളും രാക്ഷസന്മാരാണല്ലേ? തമാശയാ വസന്ത, തമാശ. എനിക്ക് ദേഷ്യം വന്നാലേ പാനിൽ വെച്ച് ബ്രെഡ് ചൂടാക്കുന്ന പോലെ ചൂടാക്കും ഞാൻ. അല്ലെങ്കിൽ ആ പവിത്രയുടെ കാണിപ്പോണ്ട് ദേഷ്യം പിടിച്ചിരിക്ക. പവിത്ര വന്ന് ശ്രീകരേട്ടനും അവനെയും തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു പറയുന്നു. അവനയുടെ കഴുത്തിലാണെങ്കിൽ താലിയുമില്ല. എന്താ സത്യം? ആര് പറയുന്നത് സത്യം? ഒന്നും മനസ്സിലാവുന്നില്ല. ആ, എനിക്കൊരു ബ്രില്യന്റ് ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താ അത്? ദേവിയുടെ മുമ്പിൽ രണ്ടുപേരെയും പിടിച്ചു നിർത്തി കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ദേവിയുടെ മേൽ സത്യം ചെയ്ത് പറയണമെന്ന് അമ്മയോടൊന്ന് പറഞ്ഞാലോ? ഇതിനേക്കാൾ ബ്രില്യന്റ് ആയിട്ടുള്ള വേറൊരു പദ്ധതി ഇല്ല. അളിയൻ എന്ത് പറയുന്നു? നേരെ പോയി അങ്ങ് ചോദിച്ചാലോ? നേരത്തെ അമ്മയ്ക്ക് വന്ന ദേഷ്യത്തിന് ആ പവിത്രയെ പെട്ടിയിലാക്കേണ്ടി വരുമെന്നാ കരുതിയത്. പവിത്ര പക്ഷെ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് അതിന് കഴിയില്ല, സൂക്ഷിച്ചോ. ഓ, ഒറ്റയ്ക്ക് പിടിക്കപ്പെടുന്നതിനകത്ത് കാര്യമില്ലല്ലോ. പിടിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും അതിനകത്ത് പെടണം. ഞങ്ങൾക്ക് അങ്ങനൊന്നും ഇല്ലേ? എന്നാ പിന്നെ മൗനം വിദ്വാനും ഭൂഷണം. സൗമ്യ, നീ എവിടെയാ മോളെ? പെട്ടെന്ന് എന്റെ മുമ്പിലേക്ക് ഒന്ന് വാ. അതിപ്പോ ആരാ? അവളെന്നെ കടിച്ച് പിടിയണോ? കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്നത് പോലീസുകാർ കണ്ടാലേ അത് വലിയ പ്രശ്നമായി മാറും. നമ്മളൊന്ന് അടങ്ങിയിരിക്കുന്നത് നല്ലത്. നീ വാ. മാമി, മാമി, അങ്ങോട്ട് നോക്കാവനി. മോളെ, ഇപ്പോ മാമിന്ന് വിളിച്ചത് മോളായിരുന്നോ? ശരി മോളെ, എന്നാ ചെല്ല്. സൗമ്യ വിളിച്ചെന്ന് കരുതിയേട്ടാ. കറക്റ്റ് അവളുടെ വോയിസ് പോലെ ഉണ്ടായിരുന്നു അത്. തനിക്ക് ചിലപ്പോൾ തോന്നിയതാവും. ഉറപ്പാണോ ഏട്ടാ? ഈ സമയം വരെയും ഞാനും അങ്ങനെ തന്നെയാ കരുതിയത്.
പക്ഷേ കൺമുന്നിൽ ഇപ്പൊ സത്യങ്ങളൊക്കെ തെളിഞ്ഞില്ലേ? വാ പോവാം. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാഞ്ഞു പോയത്? എനിക്കറിയോ. പോയാലോ? വാ. വേദവതി അമ്മയുടെ കൈകൾ കൊണ്ട് മഹിഷാസുരി മർദ്ദിനി ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഭക്തരെല്ലാവരും ആ സ്ഥലത്തേക്ക് എത്രയും വേഗം എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അമ്മേ, വില്ലെടുത്തിട്ട് ദേവിയുടെ മുമ്പിൽ വെച്ച് നമസ്കരിച്ചോളൂ. കുട്ടിയെ കിട്ടിയ പൈസ കിട്ടുമെന്ന് കരുതി രാവിലെ മുതൽ ഓടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയാണെന്ന് കരുതിയില്ല. അവള് രക്ഷപ്പെട്ടെന്നാ തോന്നുന്നത്. ഇനി പിന്നെ നോക്കാം. വാ. ഇപ്പോ വേദവതി അമ്മ രാക്ഷസ സംഹാരം നടത്തുന്നതാണ്. ആ വില്ലെടുത്തോളാ.
दुर्गा माता की जय, दुर्गा माता की जय, दुर्गा माता की, दुर्गा माता की, दुर्गा माता की, दुर्गा माता की। സൗമ്യ, സൗമ്യ എഴുന്നേക്ക്. എന്ത് പറ്റിയിട നിനക്ക്? സൗമ്യ, സൗമ്യ. അവനെ കാണുന്നില്ലല്ലോ. സൗമ്യ, 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 സൗമ്യ. എന്ത് പറ്റും മോളെ? സൗമ്യ. അവനെ ഏട്ടോ, സൗമ്യ. സൗമ്യ മോളല്ലേ? മോളെ, മോളെ. നേരത്തെ ഞാനൊരു വിളി കേട്ടെന്ന് പറഞ്ഞില്ലേ? കറക്റ്റ് സമയത്ത് ഞാൻ കണ്ടതുകൊണ്ട് വിഗ്രഹത്തിന്റെ അടുത്തുനിന്ന് എനിക്ക് എടുത്തോണ്ട് വരാൻ പറ്റി. ഇല്ലെങ്കിൽ എന്റെ സൗമ്യ. ഏട്ടാ, ഇവള് കണ്ണു തുറക്കുന്നില്ലല്ലോ. കുറച്ച് വെള്ളം എടുത്തോണ്ട് വരുമോ? സൗമ്യ. അമ്മേ, രാവിലെ മുതൽ എന്റെ മോൾ എവിടെയാണെന്ന് അറിയില്ല. ദുഷ്ടനായ എന്റെ ഭർത്താവ് ചെയ്ത കാര്യങ്ങൾക്ക് എന്റെ മോള് ബലിയാവാതെ നോക്കണേ അമ്മേ. എന്റെ മകൾ എവിടെയാണെന്ന് നീ ഒന്ന് കാണിച്ചതാ. സൗമ്യ, സൗമ്യ. ശരിയമ്മേ. സൗമ്യ, എന്താ മോളെ പറ്റി? സൗമ്യ, നീ എങ്ങനെ മോളെ ഇവിടെ എത്തിയ? പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ അമ്മ എന്നെ അച്ഛന്റെ കൂടെ പറഞ്ഞയച്ചു. പൈസ പോവാണെങ്കിൽ പോയിക്കോട്ടെ, പക്ഷെ നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. താങ്ക് യു അണ്ണ, സമയത്ത് വന്നല്ലോ. നമ്മുടെ പണം കിട്ടാൻ ഒരു മാർഗമുണ്ട്. അവന്റെ കുട്ടി അങ്ങ് തട്ടിക്കൊണ്ടു പോയാൽ മതി. അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് അമ്പലത്തിലേക്ക് വന്നതാ. നിങ്ങളെ കൊണ്ട് ഞാൻ വിളിച്ചു. നിങ്ങൾ എന്നെ നോക്കിയപ്പോഴേക്കും അവരെന്നെ എടുത്തോണ്ട് പോയി. അമ്മ ഇപ്പൊ നിന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും നിന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. മോളെ നമുക്ക് വീട്ടിലേക്കാക്കി വരാം. വാ. നോക്ക് മോളെ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. വാ. സൗമ്യ, സൗമ്യ, അമ്മേ. സൗമ്യ, 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 നിനക്കെന്തെങ്കിലും പറ്റിയോ മോളെ? നിനക്കെന്തെങ്കിലും പറ്റിയോന്നോർത്ത് രാവിലെ മുതൽ നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കിന്നറിയോ? സൗമ്യക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അമ്മ തന്നെ അമ്മയുടെ സന്നിധിയിലേക്ക് അവളെ വിളിപ്പിച്ചതാ ചേച്ചി. അവനിയുടെ കണ്ണിൽ പെട്ടില്ലായിരുന്നെങ്കിൽ, അങ്ങനെയല്ലെങ്കിൽ സൗമ്യ മോളുടെ കാര്യത്തെ പറ്റി ആലോചിക്കുമ്പോ ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു.
ആദ്യം മറ്റാരും ആണെന്ന് കരുതിയ പോയത്. അവിടെ ചെന്നപ്പോഴെ സൗമ്യാണെന്ന് മനസ്സിലായി. എല്ലാം നമ്മുടെ ദേവിയുടെ അനുഗ്രഹ ചേച്ചി. ചെറിയ പ്രായം തൊട്ട് എന്റെ മോളെ നിന്റെ മോളെ കണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെയാ നീ നോക്കുന്നെ. അതുകൊണ്ടാ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോ ദൈവം നിന്റെ അടുത്തേക്ക് ഇവളെ അയച്ചത്. ചേച്ചിയെ ഞാൻ വീട്ടിലേക്ക് ആക്കി തരാം. വേണ്ട മോനെ, ഞങ്ങൾ പോയിക്കോളാം. ചേച്ചി ഡ്രോപ്പ് ചെയ്ത് തരും, നിങ്ങൾ ചെല്ല്. ഇത്ര ദൂരം വന്നതല്ലേ, ആ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടൊന്ന് തൊഴുതിട്ട് പൊക്കോളൂ. ശരി മോനെ, വാ പോവാം. വന്നോളൂ. മോനെ, നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിരുന്നോ? അത് പറഞ്ഞിരുന്നു ചേച്ചി. ഞാനൊക്കെ പെട്ടുപോയല്ലോ. ഞങ്ങളുടെ കല്യാണത്തെ പറ്റി വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം സുജാത ചേച്ചി എങ്ങനെ അറിഞ്ഞ? ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഞങ്ങൾ സഹോദരികളാണെന്ന് മനസ്സിലായ സത്യത്തിൽ ആരാ ഞങ്ങളെന്ന് എന്തായാലും ചോദിച്ചിരിക്കാം. ഇനിയിപ്പോ എന്ത് ചെയ്യും?